ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് കക്കാറച്ചി വറുക്കുന്നൊരു വീഡിയോ ആകാമല്ലോ എന്നോർത്തേ. ചീനച്ചട്ടി വെച്ചു, ഗ്യാസ് കത്തിച്ചു, ഒന്ന് ചൂടാകട്ടെ. ചൂടായി, നമുക്കിനി ഓയിലൊഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടാകട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ലേശം കടുകിടാം. കടുക് വന്നിട്ട് പൊട്ടട്ടെ. അപ്പം ഞങ്ങൾ ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ എന്നാക്കിയെന്ന് കാണിച്ചു തരാം. കക്കാറച്ചി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. സബോളയും കൊച്ചുള്ളിയുണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കുവേ, അതാകുമ്പോൾ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ്. ചിലർക്ക് ഗ്യാസൊക്കെ ഉണ്ടാകത്തില്ലേ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. കടുക് പൊട്ടിയെ തീരട്ടെ. പൊട്ടിത്തീർന്ന് നമുക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറി വരട്ടെ. അതിന് ശേഷം പിന്നെ നമ്മളിടാൻ പോകുന്നത് കക്കാറച്ചിയാണ്. കക്കാറച്ചി നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചാണ് ഇങ്ങനെ. ഞാൻ ഇങ്ങനെയല്ല കക്കാറച്ചി വറുത്തുകൊണ്ടിരുന്നത്, പക്ഷേ എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു. ഇങ്ങനെ വറുത്ത്, അപ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും, ഇച്ചിരി ടേസ്റ്റും കൂടെ കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കക്കാറച്ചി ഇട്ടു, ഒന്ന് ഇളക്കി കൊടുക്കാവേ. തീ ഒന്ന് ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കൂട്ടി വെക്കാം. രണ്ട് സെക്കൻഡ് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. കക്കാറച്ചിയൊക്കെ പൊട്ടുന്ന സൗണ്ടുണ്ട്, തുറന്ന് നോക്കാം. ഇതൊന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്കിതിലോട്ട് ഇത്രയും മഞ്ഞൾപ്പൊടി, ലേശം കൂടെ ഞങ്ങൾ എരിവ് കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് കുട്ടികൾക്കും കൂടെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ലേശം മതി മുളക് പൊടിയെ. സാദാ മുളകാണ് ഞാൻ ചേർത്തത്. ഇനി നമുക്കതിലോട്ട് കാശ്മീരി ചില്ലി ഇടാം. കാശ്മീരി ചില്ലിക്ക് എരിവില്ലല്ലോ, അതുകൊണ്ടാണ് അത്ര ഇട്ടത്. 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്.
സ്പൂൺ മല്ലിപ്പൊടി. നടക്കും. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും കൊച്ചുള്ളിയും കൂടെ പിന്നെ കറിവേപ്പില. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കത് അടച്ച് വയ്ക്കാവേ. ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് തുറന്ന് നോക്കാവേ. ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് വാടി വരട്ടെ. വാടി വന്ന് ഞാൻ ഉപ്പിട്ടാണ് ഞാൻ കക്കറച്ച് വേവിച്ചത്. ഞാൻ അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാഞ്ഞത്. ലേശം ഇട്ടേക്ക്. പിന്നെ നമ്മുടെ മസാല, പൊടിച്ച മസാലയാണ്. മിക്സ് എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച മസാല അതൊരു ലേശം ചേർത്തു. അയ്യോ, അതിപ്പം മറന്നു വേണേ. അതിനുശേഷം മസാല നോക്കിയിട്ട് നമുക്ക് വേറെ മസാല ചേർക്കാം. ചിക്കൻ മസാല ചേർക്കാം. മസാലയുടെ പരുവം നോക്കിയിട്ട് പിന്നെ വിലയാണ് ഇവിടെ കക്കറച്ചിക്ക്. ഞാൻ ഇന്ന് രാവിലെ മേടിച്ചാണ് 1 കിലോ 120 രൂപ. ഞങ്ങളുടെ ഇവിടെയൊക്കെ വിലക്കുറവ്. ആലപ്പുഴയിലെ ഇവിടെ ഭയങ്കര വിലയാണ്. നമുക്ക് തുറന്ന് നോക്കാവുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ സൈഡും. നല്ല പോലെ ഇളക്കി കൊടുക്കാതെ. മസാല ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാം. ഇച്ചിരി മസാല കുറവുണ്ട്. അന്നേരം ശബരിയുടെ ചിക്കൻ മസാലയാണ്. നമ്മുടെ പരുവത്തിനനുസരിച്ചാണ് ഒന്നും പറയാൻ എനിക്കറിയില്ല. നമുക്കൊരു പരുവമുണ്ടല്ലോ, അതിനങ്ങോട്ട് ഇടുക. ഉപ്പ് കറക്റ്റാണ്. ഉപ്പ് അത്രയും മതി. എണ്ണ ഒഴിക്കേണ്ടവർക്ക് ലേശം കൂടെ വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും മതി. ഇതിൽ കിടന്നങ്ങ് വഴഞ്ചോളുവേ. അടച്ചു വെക്കാം. നോക്കാവേ. കുറച്ച് കറിവേപ്പില ഇട്ടേക്കാം. ശരിക്കും കാണാമോ എനിക്കറിയില്ല കേട്ടോ. ഇട്ടക്കുറവാ. കാണാമോ?
സെറ്റായി. പിന്നെ അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളേ. നമ്മുടെ കക്ക അരച്ച് വറുത്തത് ഇങ്ങനെയാണ് ഞാൻ കക്ക അരച്ച് വറുത്തത്.